ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ തലയ്ക്കകത്ത് കൂടുതൽ ടെൻഷൻസ് ഒന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ കുട്ടികളെ വിളിച്ചത്. നമുക്കൊക്കെ ഒരുപാട് പിരിമുറുക്കങ്ങളുണ്ട്. തല വളരെ ബ്ലാങ്ക് ആക്കി, നല്ല ബ്ലാങ്ക് ആക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ബ്ലാങ്ക് ആക്കാനല്ല പറഞ്ഞത്. തലയ്ക്കകത്ത് കൂടുതൽ പ്രഷർ ഇല്ലാത്ത അവസ്ഥയിൽ മാത്രമേ മാജിക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ 2 എന്ന് പറയുമ്പോൾ മോളുടെ കയ്യിലൊരു ഡൈ ഉണ്ട്, ഉടൻ ഡൈ അല്ലേ? എങ്ങനെയാണ് കാണിക്കേണ്ടത് കാണിച്ചു തരാം. എന്റെ കയ്യിൽ 2 ട്യൂബ് ഉണ്ട്, റൈറ്റ്? 2 ട്യൂബ്. ഈ ട്യൂബിനകത്ത് അങ്ങനെ ചെയ്യാൻ പോകുന്നത്, ഇതിനകത്ത് ഈ ഡൈ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഹോളിലൂടെ നിങ്ങൾക്ക് ഡൈ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ക്ലിയർ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഈ ഡൈ എടുത്തതിന് ശേഷം നമ്മൾ ഈ സൈഡിലൂടെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, കണ്ട് പോന്ന് കാണാല്ലേ? ഇങ്ങനെ വരും, കണ്ടോ? ഇനി ഞാൻ ഇതെടുത്തതിന് ശേഷം ഇവിടെ വെച്ചു. ഇപ്പൊ നമുക്ക് ഡൈ കാണാനുണ്ടല്ലോ അല്ലേ? ഡൈ കാണാനുണ്ടല്ലോ. ഇതെടുത്ത് ഇവിടെ വെച്ചു. എങ്ങനെ ബ്ലാങ്ക് ആക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് ദിസ്. ഡൈ കാണാനുണ്ടല്ലോ? കാണാനുണ്ടല്ലോ? യെസ് ഓർ നോ? ലൈക്ക് ദിസ്. എത്ര റിങ്ങുണ്ട്? 4 റിങ്. 1, 2, 3, 4. ഞാൻ ചെയ്യാൻ പോണത് 1, 2 റിങ് അങ്കിളുടെ കയ്യിലും 2 റിങ് ഈ കയ്യിലും വെച്ചിട്ടുണ്ട്. റൈറ്റ്? റെഡി? അപ്പോ മോൾ ആദ്യം ഈ 2 റിങ്ങുകൾ തരാം. 2ാം ക്ലാസ്സിലെ പഠിക്കണേ, അതുകൊണ്ട് 2 റിങ്. അടുത്തേക്ക് നിൽക്കാൻ, മോൾ അടുത്തേക്ക് നിൽക്കാൻ. എന്നിട്ട് ഒരു കയ്യിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ഫിംഗർ എടുത്ത് ചെവിയിൽ നന്നായിട്ട് അടച്ചു പിടിക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യിക്കാൻ കാരണം മാജിക് പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഗുരുനാഥൻ പറയുന്നതിന്റെ പകുതി കാര്യങ്ങളെ ശിഷ്യ കേൾക്കാൻ പാടുള്ളതുകൊണ്ട്. ഇപ്പൊ അങ്ങനെ പറയുന്നതിന് പകുതി കാര്യങ്ങളെ കേൾക്കാൻ പറ്റുള്ളൂ അല്ലെ? കറക്റ്റ്. ഇനി ഈ കൈയെടുത്തതിന് ശേഷം മറ്റു ചെവി. ഇപ്പൊ മോക്ക് സൈനിക്ക് ഞാൻ പറയുന്ന യാതൊരു കാര്യം അല്പം പോലും കേൾക്കാൻ പറ്റുന്നില്ല. പറ്റുന്നുണ്ടോ മോളെ? അപ്പൊ മാജിക് പഠിക്കാൻ പറ്റില്ല. പറ്റുന്നുണ്ടോ? ഓക്കെ, സത്യം പറയുന്ന കുട്ടിയാണ്, അതുകൊണ്ട് മാജിക് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. 2 റിങ് ഇങ്ങനെ എടുത്തു. എന്താണ് മാജിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി സിമ്പിൾ. അതായത് 2 റിങ് എടുത്തു, മാജിക്കിന്റെ മന്ത്രം ഹോക്കസ് പോക്കസ് എന്ന് പറഞ്ഞതിന് ശേഷം റിംഗ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിനകത്ത് മറ്റൊരു. എപ്പോ ഇത് പുറത്തെടുക്കണം തോന്നുമോ ആ സമയത്ത് അബ്രാഖഡാബ്ര എന്ന് പറയാം, പതുക്കെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് പുറത്തേക്ക്. മനസ്സിലായോ? മനസ്സിലായിട്ടില്ല. വളരെ സിമ്പിളാണ്. ഹോക്കസ് പോക്കസ് 1, 2 and 3. കണ്ടോ? And next is abracadabra 1, 2 and 3. Simple. ഓക്കെ, ഇനി സനിക മാജിക് കാണിക്കാൻ പോവാണ്. അടുത്ത 11ാം വാർഷികത്തിന് ഞാൻ വരില്ല, സനിക്കായിരിക്കും മാജിക് കാണിക്കുക. അതുകൊണ്ടാണ് ആ കയ്യിൽ പിടിച്ചോ, മുറുക്കി പിടിച്ചോ. ഒരു കൈ പിടിച്ചോ, ഒരു കൈ എടുക്കണേ. സനിക മാജിക് കാണിക്കാൻ പോവാണ്. മുളകര പിടിച്ചല്ലോ. ഉറച്ച് ഹോക്കസ് പോക്കസ്. ഇനി ഒരു സാധനം തരാനുണ്ട്. ഇതെന്താണെന്നറിയാമോ? ദിസ് വൺ സി ഫോർ കോൺഫിഡൻസ്. ഇത്തിരി കോൺഫിഡൻസ്. കഴിച്ചോ. ഇപ്പോ കോൺഫിഡൻസ് തനികയാണ്. ഈ ഹോക്കസ് പോക്കസ് പറ വീണ്ടും. ഹോക്കസ് പോക്കസ്. ഹോക്കസ് പോക്കസ് 1, 2, 3. പുളിച്ച്. വെരി ഗുഡ്. വളരെ നന്നായി. ഓക്കെ, പതുക്കെ. അത് മോളെ അങ്കിളിനെ പറ്റിയ മിസ്റ്റേക്കാണ്. കാരണം മോക്ക് അങ്കിൾ ഇത്തിരി കോൺഫിഡൻസ് തന്നുള്ളൂ. അപ്പോ ആ കോൺഫിഡൻസ് മോളുടെ മനസ്സിൽ കിടന്ന് പെരുകി വലിയ കോൺഫിഡൻസ് വരുമ്പോൾ 2ാമത്തെ മാജിക് കാണിക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. കാർഡിന്റെ മുമ്പിലായിട്ട് ഒരു ഡയമണ്ട് പുള്ളി വരച്ചു വെക്കുക. ഒരു വൈറ്റ് കാർഡ് ഫ്രണ്ടിൽ ഒരു ഡയമണ്ട് വരച്ചു വെക്കുക. റൈറ്റ്? 2ാമത്തെ ഭാഗത്ത് സാധാരണ കാർഡിന്റെ മാതിരി ഡിസൈൻ അല്ല വേണ്ടത്. 4 ഡയമണ്ട് വരച്ചു വെക്കണം. 1, 2, 3, 4. വീണ്ടും മറുഭാഗം കാണിക്കുന്ന സമയത്ത് അവിടെ മാജിക് സംഭവിച്ചു കഴിഞ്ഞു. ഒരു പുള്ളിയല്ല, ഇപ്പോ 3 പുള്ളിയാണ്. 1, 2, 3. മറുഭാഗം നോക്കുന്ന സമയത്ത് 4 അല്ല 6 ആണ്. 1, 2, 3, 4, 5, 6. നിസ്സാരം. 1, 4, 3 and 6. 1, 4, 3, 6.
കയ്യടി പോരാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും മാജിക്കിന്റെ സീക്രട്ട് മനസ്സിലായി. ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മാജിക്കാണ്. എന്തിനാണ് മുതിർന്നവർ ദേഷ്യപ്പെടുന്നത്? കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അങ്ങളും നിങ്ങളും തമ്മിലാണ് കാണിക്കുന്നത് കേട്ടോ. ഒന്ന് എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഒരു പുള്ളിയല്ല മോളെ, 2 പുള്ളിയുണ്ട്. രണ്ടാമത്തെ പുള്ളിയെ അങ്കിൾ വലത് കൈയിന്റെ 4 പുള്ളിയെ കുറിച്ച് മറച്ചു പിടിച്ചതാണ്. ഇതാണ് പറഞ്ഞത് ഏതൊരു മാജിക്കിലും ഒരു മറ വേണമെന്നുള്ളത്. റൈറ്റ്. രണ്ടാമത്തെ ഭാഗം കാണിച്ചുകൊണ്ട് അങ്കിൾ എന്താ പറയുന്നു? 4. എത്ര പുള്ളിയുണ്ട്? 5 പുള്ളിയുണ്ട്. 5ാമത്തെ പുള്ളിയെ ഇടത് കൈയിന്റെ 4 പുള്ളിയെ കുറിച്ച് മറച്ചു പിടിച്ചതാണ്. കേരളത്തിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലാവില്ല, പക്ഷെ ഇവിടെ പെട്ടെന്ന് മനസ്സിലാവും. 3 എന്ന് പറയുന്ന സമയത്ത് എത്ര പുള്ളിയുണ്ട്? യഥാർത്ഥത്തിൽ 2 പുള്ളിയുണ്ട്. മൂന്നാമതൊരു പുള്ളി ഉണ്ടെന്നൊരു തോന്നലുണ്ടാക്കാൻ വേണ്ടി വെറുതെ മറച്ചു പിടിച്ചതാണ്. യഥാർത്ഥത്തിലുള്ള ബ്ലാങ്കാണ്. ഇവിടെ മനുഷ്യന്റെ പ്രതിസാമ്യതാ ബോധമാണ് പ്രവർത്തിക്കുക. ഇവിടെ ഒരു പുള്ളിയുള്ള സ്ഥിതിക്ക് ഇവിടെയും പുള്ളി ഉണ്ടായിരിക്കണം എന്നുള്ള നമ്മുടെയുള്ള വെറുതെ നിർബന്ധം പറ്റി. മറുഭാഗം കാണിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നു 6. എത്ര പുള്ളിയുണ്ട്? 5 പുള്ളിയേ ഉള്ളൂ. 6ാമതൊരു പുള്ളി ഉണ്ടെന്നൊരു തോന്നലുണ്ടാക്കാൻ വേണ്ടി വെറുതെ മറച്ചു പിടിച്ചതാണ്. അതായത് ഒരു ഭാഗത്ത് 2, മറുഭാഗത്ത് 5 പുള്ളി ഉണ്ടെങ്കിൽ നിസ്സാരമായിട്ട് മാജിക് നിങ്ങൾ കാണിക്കാൻ പറ്റും അല്ലെ? 1 എന്ന് പറയുന്ന സമയത്ത് എത്ര പുള്ളിയാണുള്ളത്? എത്ര പുള്ളിയുണ്ട്? 2. പക്ഷെ മാജിക് ഞാൻ പറഞ്ഞില്ല, ഫോക്കസ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുള്ളി മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലെ? വീണ്ടും മറുഭാഗം കാണിച്ചുകൊടുക്കുന്നത് 4 എന്ന് പറയുന്ന സമയത്ത് 4 പുള്ളിയല്ല, 5ാമതൊരു പുള്ളി ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അത് തെറ്റാണ്. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 എന്ന് പറഞ്ഞാല് 4 പുള്ളി മാത്രമേ കാണാൻ പറ്റൂ. വീണ്ടും മറുഭാഗം കാണിച്ചുകൊണ്ട് പറയുന്ന 3 എന്ന് പറയുന്ന സമയത്ത് 3 പുള്ളിയില്ല, 2 പുള്ളി മാത്രമേ ഉള്ളൂ നിങ്ങൾക്കറിയാം. 3ാമതൊരു പുള്ളി ഉണ്ട് എന്നൊരു തോന്നലുണ്ടാക്കാൻ വേണ്ടി വെറുതെ മറച്ചു പിടിച്ചാണെന്ന് പറഞ്ഞു. നോ. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മറുഭാഗം കാണിച്ചുകൊണ്ട് പറയുന്നത് 6 not 5. 6 അതായത് ഒരു ഭാഗത്ത് 3 പുള്ളിയും മറുഭാഗത്ത് 6 പുള്ളിയും ഉള്ളൊരു ഷീറ്റ് ഉണ്ടെങ്കിൽ നന്നായിട്ട് ഭംഗിയായിട്ട് അവതരിപ്പിക്കാം. ഒരു ഭാഗത്ത് 3, മറുഭാഗത്ത് 6 അല്ല 7 അല്ല 8 പുള്ളിയുള്ള കാർഡാണോ ഉണ്ടാക്കുന്നത്? മനസ്സിലായത് അല്ലേ? താങ്ക് യു വെരി മച്ച്. ഇതാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. നല്ല മലയാളികളെ, ഇത്രയും സ്നേഹത്തോടു കൂടിയുള്ള മലയാളികളെ കാണാൻ സാധിച്ചു എന്നുള്ളത് എന്താ പറയാ, ഈ വർഷത്തെ തുടക്കത്തിലെ ഏറ്റവും നല്ല ഒരു നിമിത്തമാണ് എന്ന് ഞാൻ കരുതുന്നു. എന്റെ ഹൃദയം നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ ഒരു വഴിയില്ല. ഒരു ഫോട്ടോ ഫ്രെയിം മാത്രമാണ് എന്റെ കയ്യിലുള്ളത്. ഇത് ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം സ്വിറ്റ്സർലാൻഡിന്റെ എംബ്ലം. ഇത് എന്റെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കും, സ്വിറ്റ്സർലാൻഡിന്റെ ഈ ചിത്രം. നമ്മൾ ഇന്ന് ഇവിടെ ഈ പരിപാടി തുടങ്ങുന്ന സമയത്ത് ആദ്യം വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ഒരു കവിതാശകലം പറഞ്ഞുകൊണ്ടാണ് ഈ കർട്ടൻ എനിക്ക് മുന്നിൽ തുറന്നത്. കർട്ടൻ എനിക്ക് മുന്നിൽ അടയ്ക്കുന്നതിന് മുമ്പ് മഹാകവി വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ മറ്റൊരു കവിതാശകലം പറഞ്ഞുകൊണ്ട് അടയ്ക്കാമെന്ന് കരുതുന്നു. ഐക്യരാഷ്ട്രസേന ദക്ഷിണ കൊറിയയിലെ സിയൂൾ നഗരം പിടിച്ചെടുത്തപ്പോൾ അവിടെ നടന്ന ചില ദാരുണ സംഭവങ്ങളാണ് ഈ കവിതയ്ക്ക് പ്രമേയം. ആയിരങ്ങളെ അരിഞ്ഞു തള്ളിക്കൊണ്ട് നഗരധമനികളുടെ ക്രൗര്യത്തിന്റെ പടയോടവേ അവർക്ക് മുന്നിൽ അവൾ അഗ്നിശിഖ പോലെ അരകുറ്റവൾ ആരോടുമില്ലാതെ അലറി വിളിച്ചു, എന്റെ നാഥൻ ഇവിടെയുണ്ട്, ഏത് പ്രതിബന്ധങ്ങളെയും ചെറുത്ത് ഞാൻ എന്റെ നാഥനെ വീണ്ടെടുക്കും. മലകളും പുഴകളും മാർഗം തടുക്കട്ടെ, മറുപുറം ചെല്ലും നവാനുരാഗം. ഇതാണ് വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ കവിത. മലകളും പുഴകളും മാർഗം തടുക്കട്ടെ, മറുപുറം ചെല്ലും നവാനുരാഗം. സ്വിറ്റ്സർലാൻഡ് എന്ന ഈ പുണ്യഭൂമിയോട് പണ്ട് മുതലേ എനിക്ക് അനുരാഗമായിരുന്നു. ആ അനുരാഗം ഒരുപക്ഷെ സാഫല്യമാക്കിയത് ഈ വലിയ സംഘടനയാണ്. അവിടെ മലകളുണ്ടായിരുന്നു, പുഴകളുണ്ടായിരുന്നു, കടലുകളുണ്ടായിരുന്നു, പർവ്വതങ്ങളുണ്ടായിരുന്നു. അതിനെയൊക്കെ ക്രോസ് ചെയ്ത് ഞാൻ ഇന്ന് ഈ മുഹൂർത്തത്തിൽ നിങ്ങളുടെ മുമ്പിലെത്തി. കർട്ടൻ അടയുന്നതിന് മുമ്പ് വൈലോപ്പള്ളി ശ്രീധരമേനോന് മുമ്പിൽ ഒരിക്കൽ കൂടി പ്രണാമം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.